ഹലോ, എന്നാണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയെന്ന് വിചാരിക്കുകയാണ്. ചില ദിവസങ്ങളിലേ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് അകാരണമായിട്ട് സങ്കടം വരാറുണ്ടല്ലേ? അല്ലെങ്കിൽ ഉദാസീനതയോടെ മടി പിടിച്ച് നമ്മൾ ബെഡിൽ തന്നെ കുറേ സമയം കിടക്കാൻ തോന്നും, എഴുന്നേൽക്കാൻ തോന്നത്തില്ല, ഒരു ജോലി ചെയ്യാൻ തോന്നത്തില്ല. ഒരുപാട് സങ്കടം വരും, അകാരണമായിട്ട് സങ്കടം വരും. പക്ഷെ എന്താണ് റീസൺ എന്ന് ചോദിച്ചിട്ട് ഒരു റീസൺ ഉണ്ടാവത്തില്ല അല്ലേ? അങ്ങനെയൊക്കെ നിങ്ങൾക്ക് പലപ്പോഴും അനുഭവപ്പെടാറില്ലേ? കാരണം എന്താണെന്നറിയാമോ? അത് നമ്മുടെ മെന്റൽ ഹെൽത്തിനെ ബേസ് ചെയ്തിട്ടിരിക്കും കേട്ടോ. കാരണം നമ്മളുടെ മെന്റലി നമ്മുടെ ഹെൽത്ത് നമുക്ക് പല പല കാരണങ്ങൾ കൊണ്ട് ഡിസ്റ്റർബ് ആയിക്കൊണ്ടിരിക്കും. അതിൽ ഒന്നാമത്തെ ഒരു വില്ലൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഫോൺ തന്നെയാണെന്ന് വേണേൽ പറയാം. അതുപോലെ തന്നെ ന്യൂസ് പേപ്പർ. ഇപ്പൊ നമ്മൾ മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞല്ലോ, നമ്മൾ രാവിലെ എഴുന്നേറ്റാൽ ഉടനെ നമ്മൾ ഇൻസ്റ്റഗ്രാം ആയിക്കോട്ടെ, ഫേസ്ബുക്ക് ആയിക്കോട്ടെ നമ്മൾ നോക്കും. എന്താണ്, ആര് എന്തൊക്കെ പോസ്റ്റ് ചെയ്തു എന്നൊക്കെ നമ്മൾ ക്യൂരിയോസിറ്റിയോടെ നോക്കും അല്ലേ? അപ്പൊ നമ്മൾ എന്താണ് കാണുന്നത്? അപ്പൊ നമ്മുടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, നമ്മുടെ റിലേറ്റീവ്സ് ആയിക്കോട്ടെ, അവരൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ടും വളരെ എൻജോയ് ചെയ്തും ഒക്കെ നിൽക്കുന്നതായിട്ടും ടൂർ പോകുന്നതായിട്ടും ഒക്കെ നമ്മൾ കാണും. അപ്പൊ ശരിക്കും നമുക്ക് എന്താ തോന്നുക? ശരിക്കും സങ്കടം തോന്നും അല്ലേ? ഇവരൊക്കെ എത്ര ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്, ഇവരൊക്കെ എങ്ങനെയാണ് ജീവിതം ഇത്ര നന്നായിട്ട് ആസ്വദിക്കുന്നതൊക്കെ തോന്നാറുണ്ടായിരുന്നു. എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട് പലപ്പോഴും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ആധികാരികമായിട്ട് പറയുന്നത്. അപ്പോ ശരിക്കും പറഞ്ഞാല് നമുക്ക് അത് റീൽ വേറെ റിയാലിറ്റി വേറെ എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? എന്ന് പറഞ്ഞതുപോലെയാണ്. കാരണം നമ്മൾ എപ്പോഴും നമ്മളുടെ ബെസ്റ്റ് ആണ് നമ്മൾ എപ്പോഴും കൊടുക്കുന്നത്. മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ എപ്പോഴും നമ്മൾ ബെസ്റ്റ് ആയിട്ടുള്ള, അതായത് എപ്പോഴും നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും നല്ല ബെസ്റ്റ് ആയിട്ടുള്ള ഫോട്ടോകളാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് അല്ലേ? അതായത് നമ്മൾ കരഞ്ഞിരിക്കുന്നതോ കണ്ണടച്ചിരിക്കുന്നതോ വാ തുറന്നിരിക്കുന്നതോ ഫോട്ടോസ് എപ്പോഴെങ്കിലും നമ്മൾ പോസ്റ്റ് ചെയ്യാറുണ്ടോ? ഇല്ല. എന്ന് പറഞ്ഞതുപോലെയാണ് ഓരോ കാര്യങ്ങൾ. ഇപ്പൊ നമ്മൾ ആരെ കണ്ടാലും അവർക്ക് ഇനി ഒരു മുഖമുണ്ട്. അതായത് അവരുടെ ശരിക്കുള്ള റിയൽ ആയിട്ടുള്ള ഇതെന്ന് പറഞ്ഞാൽ അവർ വഴക്കടിക്കുന്നുണ്ടാവും, അവർക്ക് സങ്കടപ്പെടുന്നുണ്ടാവും, അവർ കരയുന്നുണ്ടാവും. അവര് പല 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 കാരണങ്ങളാൽ ദുഃഖം അനുഭവിക്കുന്നവരായിരിക്കും. പക്ഷെ ഒരു ഫേസ് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. ഇപ്പം ഈവൻ രാവിലെ എഴുന്നേറ്റാൽ ഉടൻ തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആ ഒരു 1 hour നമ്മുടെ ഉപബോധ മനസ്സ് ഉണർന്നിരിക്കുന്ന സമയമാണ്. ആ സമയത്ത് നമ്മൾക്ക് വേണ്ട കാര്യങ്ങളെ പറ്റി മാത്രം ചിന്തിക്കുക, നമ്മുടെ സ്വപ്നങ്ങളെ പറ്റി മാത്രം ചിന്തിക്കുക. അതുപോലെ തന്നെ നല്ല പാട്ട് കേൾക്കുക. നല്ല അപ്പം ഈ ന്യൂസ് പേപ്പറൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ന്യൂസ് പേപ്പർ വായിക്കുന്നത് ഒക്കെ നല്ലതാണ്. കുറെ കഴിഞ്ഞതിന് ശേഷം മാത്രം വായിച്ചാൽ ഒരു 1 hour നമ്മൾ ഇതൊന്നും ചെയ്യാൻ പോലും, മൊബൈൽ എടുക്കാനോ ന്യൂസ് പേപ്പർ വായിക്കാനോ ഒന്നും പോകരുത്. ആ ഒരു 1 hour നമുക്ക് ചെയ്തു തീർക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അതെന്നാന്ന് ഞാൻ പറഞ്ഞുതരാം. ഗ്രാറ്റിറ്റ്യൂഡ് പറയുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. ഗ്രാറ്റിറ്റ്യൂഡ് പറയാന്ന് പറയുമ്പോഴത്തേനും നമ്മളുടെ അന്നത്തെ ദിവസം തൊട്ട് ദൈവം നമ്മൾക്ക് ജീവനോടെ പുതിയൊരു ദിവസത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, അത് തൊട്ട് നമ്മൾ നന്ദി പറഞ്ഞു തുടങ്ങണം. നമ്മുടെ ജീവിതത്തിലുള്ള നമുക്ക് ദൈവം തന്നിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾ എണ്ണി 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 നന്ദി പറഞ്ഞു തുടങ്ങണം. അത് ഭയങ്കര പവർഫുൾ ആണ്. നമ്മൾ ചുമ്മാ നിസ്സാരമായിട്ട് തള്ളിക്കളയേണ്ട ഒരു കാര്യമല്ല ഈ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നതും ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എഴുതുന്നതും ഒക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി മാറ്റുവാണെങ്കിൽ വളരെ നല്ലൊരു റിസൾട്ടാണ് നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ നിങ്ങൾക്ക് നേരിട്ട് അനുഭവിച്ചറിയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് നന്ദി പറയാനുള്ള സാഹചര്യം നമ്മളിലേക്ക് വരും. ഇത് വെറുതെ പറയുന്നല്ല കേട്ടോ, ഇത് അനുഭവത്തിലൂടെ പറയുന്നതാണ്. ഒരുപാട് നോക്കിക്കോ, നിങ്ങൾ എന്ത് കാര്യത്തിനാണെങ്കിലും നിങ്ങൾ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ, ഒരു ബുക്ക് എടുത്തിട്ട് നിങ്ങൾ രാവിലെ തൊട്ട് എന്നും ഒരു 10 നിങ്ങൾക്ക് കിട്ടിയേക്കുന്ന നന്മകൾ നിങ്ങൾ എഴുതിക്കൊണ്ട് പോക്കെ. അത് നിങ്ങൾ എഴുതുന്ന അനുസരിച്ച് നിങ്ങൾക്ക് എഴുതാനുള്ള കാരണങ്ങളും എഴുതാനുള്ള ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കും. ഒരിക്കലും ഞാൻ മുടക്കാത്ത ഒരു സംഭവമാണ് ഈ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ. ഇത് അറിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എന്നും എഴുതാറുണ്ട്. ചിലപ്പോൾ 5 ആയിരിക്കും, ചിലപ്പോൾ 10 ആയിരിക്കും. എപ്പോഴും കൂടിപ്പോയാൽ ഞാൻ 10 വെച്ചാണ് എഴുതുന്നത്. ചില സമയങ്ങളിൽ ഞാൻ 5 എഴുതിപ്പോവും. അത് നിങ്ങൾ ശീലമാക്കുക കേട്ടോ. അത് നിങ്ങളുടെ ലൈഫിൽ ഒരു നല്ലൊരു മാറ്റം കൊണ്ടുവരും. അതുപോലെ തന്നെയാണ് ഇനി നമുക്ക് കിട്ടുന്ന, ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് നമ്മുടെ മുമ്പിൽ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. കുറച്ചെന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. നാളെ ഞാൻ ഉണ്ടോ ഇല്ലയോ എനിക്ക് ഒരു ഗ്യാരണ്ടി ഇല്ല. അപ്പൊ ഞാൻ എന്തുകൊണ്ടാണ് ഇന്നത്തെ ദിവസം ഞാൻ വെറുതെ കളയണം അല്ലെ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. എനിക്ക് ഇന്ന് കിട്ടുന്ന ദിവസം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ദിവസം മാത്രമേ എൻ്റെ മുമ്പിലുള്ളൂ. അപ്പം ഞാൻ ഇന്നത്തെ ദിവസം എത്രത്തോളം അതിനെ ആത്മാർത്ഥമായിട്ട് എങ്ങനെ ഒരുപാട് സമയം കളയാതെ വേസ്റ്റ് ചെയ്യാതെ ഞാൻ അതിനെ പ്രൊഡക്റ്റീവ് ആക്കി മാറ്റാം എന്ന് നമ്മൾ ചിന്തിക്കുക.
നമുക്ക് എല്ലാവർക്കും ദൈവം തന്നിരിക്കുന്ന 24 മണിക്കൂറാണ് എല്ലാവർക്കും തുല്യമായിട്ട് തന്നേക്കുന്നത്. അപ്പം ആ ഒരു 24 മണിക്കൂർ നമ്മൾ എങ്ങനെയൊക്കെ വിനിയോഗിക്കുന്നു എന്ന് നമുക്ക് ചിന്തിച്ചു നോക്കാം. നമ്മൾ മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിച്ച്, മറ്റുള്ളവരെ നമ്മൾ പരിഹസിച്ച്, അല്ലെങ്കിൽ കളിയാക്കി, അല്ലെ, അല്ലെങ്കിൽ വിമർശിച്ച്, അങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ട് നമ്മുടെ സമയം നമ്മൾ വെറുതെ കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്ന ആ 24 മണിക്കൂറിനെ നമ്മൾ മാക്സിമം വിനിയോഗിക്കുക. നാളെ എന്ന് പറയുന്നത് നമ്മളുടെ ദിവസമല്ല. അതുകൊണ്ട് ഇന്നത്തെ ദിവസം നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് നല്ല നല്ല കാര്യങ്ങൾ അത് നമുക്ക് ചെയ്തു തുടങ്ങാം. പിന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട ഒന്നാണ്, രാവിലെ എഴുന്നേറ്റാൽ ഉടനെ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യണം. നമ്മൾ ഉദാഹരണം പറയാം, നമ്മൾ സാഡ് ആയിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. നമ്മൾ ഒരുപാട് സാഡ് ആയിട്ടിരിക്കുമ്പോൾ ആക്ച്വലി എന്താണ് സംഭവിക്കുക, നമ്മുടെ കണ്ണുകൾ നേരെ താഴോട്ടായിരിക്കും നമ്മൾ നോക്കുന്നത്, അല്ലേ? നമ്മുടെ ഈ പോർഷൻ ഉണ്ടല്ലോ, അതായത് ഈ ഷോൾഡർ പോർഷൻ ആണെങ്കിലും ഇങ്ങനെ ഇരിക്കും, അല്ലെ, ബെൻഡ് ആയിട്ടിരിക്കും. നമ്മുടെ കണ്ണ് എപ്പോഴും നമ്മുടെ സാഡ് ആയിട്ട്, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും കണ്ണ് ഇങ്ങനെ മുകളിലേക്ക് നോക്കിയിട്ട് ആരെങ്കിലും വിഷമിക്കുവോ? ഇല്ല, എപ്പോഴും കണ്ണ് നിലത്തോട്ട് നോക്കിയിരുന്നിട്ട് നമ്മൾ വിഷമിച്ചിരിക്കും. അതെങ്ങനെയാണ് അത് മനസ്സിലാവുന്നത്? നമ്മൾക്ക് വിഷമമാണെന്ന് നമ്മുടെ ബോഡിക്ക് എങ്ങനെയാണ് മനസ്സിലാവുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? നമുക്ക് നമ്മുടെ മനസ്സിൽ വിഷമം തുടങ്ങുമ്പോൾ അത് നമ്മുടെ ബോഡിയിലും ഫീൽ ചെയ്ത് തുടങ്ങും. എന്ത് പറഞ്ഞ പോലെയാണ്, നമ്മുടെ മനസ്സ് ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ നമ്മുടെ ബോഡി ഓട്ടോമാറ്റിക്കലി അത് മനസ്സിലാക്കിയിട്ട് നമ്മുടെ ബോഡിയിൽ അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങൾ നമുക്ക് കണ്ടു തുടങ്ങും. അതുകൊണ്ട് എപ്പോഴും നമ്മുടെ മനസ്സിനെ ഹാപ്പി ആയിട്ട് വെക്കാൻ ശ്രമിക്കുക. എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. പറ്റുന്ന പോലെയൊക്കെ എക്സസൈസ് ചെയ്യുക. നമുക്ക് ദൈവം തന്നിരിക്കുന്ന നമ്മുടെ ഈ ശരീരത്തെ എപ്പോഴും നമ്മൾ ബഹുമാനിക്കുക, അതിനെ സ്നേഹിച്ചു തുടങ്ങുക. നല്ല നല്ല പോസിറ്റീവ് ആയിട്ടുള്ള അഫർമേഷൻസ്, അതായത് ദൃഢപ്രതിജ്ഞാ വാചകങ്ങൾ നമ്മൾ നമ്മളോട് തന്നെ പറയുക. നല്ല പോസിറ്റീവ് അഫർമേഷൻസ് ഒക്കെ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ അത് മാറ്റം മനസ്സിലായി തുടങ്ങും. നമ്മളുടെ തന്നെ ശരിക്കും നമ്മളൊരു 7 days ചാലഞ്ച് ആയിട്ടോ അല്ലെങ്കിൽ 21 days ചാലഞ്ച് ആയിട്ടോ ഒക്കെ ഈ സെൽഫ് ലവ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കിക്കേ. വളരെ നല്ലൊരു മാറ്റം നിങ്ങൾക്ക് നിങ്ങളുടെ മുഖത്തായിക്കോട്ടെ എല്ലാം നിങ്ങൾക്ക് മനസ്സിലായി തുടങ്ങും. നിങ്ങളുടെ മൈൻഡ് എപ്പോഴും ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കും. നിങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും നമ്മളെ പറ്റി നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അയ്യോ, എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളിയല്ല, എന്നെ കൊണ്ട് കഴിവില്ല, ഞാൻ അങ്ങനെയാണ് ഇരിക്കുന്നത്, ഞാൻ ഇങ്ങനെയാണ് ഇരിക്കുന്നത് എന്നുള്ള 100 കാരണങ്ങളായിരിക്കും നമ്മുടെ മനസ്സ് തേടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഈ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ വളരെ നല്ലൊരു മാറ്റം നിങ്ങളുടെ മെന്റലിയും നിങ്ങൾക്ക് ഫിസിക്കലിയും നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ പറ്റും. അതുപോലെ തന്നെയാണ് ദൈവമായിട്ട് ആ ഒരു ഇന്ററാക്ഷൻ, അതെപ്പോഴും നമ്മൾ കൂടെ കൊണ്ട് നടക്കണം. ആ ഒരു പ്രാർത്ഥന എന്ന് പറയുന്നതുണ്ടല്ലോ, നമ്മുടെ ലൈഫിൽ വളരെ നല്ലൊരു ചേഞ്ച് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് ഏത് മതത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരായിക്കോട്ടെ, നിങ്ങൾ പ്രാർത്ഥന മാത്രം മുടക്കരുത്. അത് പിന്നെ ഇപ്പോ നിലവിൽ നമ്മൾക്ക് സങ്കടമായിരിക്കും, ദുഃഖം ഉണ്ടാവും, വേദനകൾ ഉണ്ടാവും. പക്ഷെ നാളെ അത് മാറില്ല എന്ന് ആര് കണ്ടു? എപ്പോഴും ഒരേപോലെ അല്ല കാര്യങ്ങൾ പോകുന്നത്. ഒരു കയറ്റത്തിന് ഒരു ഇറക്കമുണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും ഒക്കെ നാളത്തെ ദിവസം എന്ന് ഉണ്ടെങ്കിൽ അത് മാറിയിരിക്കും. അതിന് നമ്മൾ കുറച്ച് ക്ഷമയോടെ കാത്തിരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ നമുക്ക് ആ ക്ഷമ നമ്മുടെ ഉള്ളിൽ നിന്നാണ് വരേണ്ടത്. നമുക്കൊരു ധൈര്യം വരണം, നമുക്കൊരു വിൽ പവർ വരണം. നമ്മൾ എന്ത് സിറ്റുവേഷൻസ് വന്നാലും നമുക്ക് അതിനെ നേരിടാൻ പറ്റണം. നമ്മുടെ ജീവിതത്തിൽ പ്രോബ്ലംസ് വരുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയുമോ? എഴുതുക. ഒരു പേപ്പർ എടുത്തിട്ട് നിങ്ങളുടെ പ്രോബ്ലംസ് ഒക്കെ എഴുതുക. എഴുതി കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ അതിൻ്റെ മനസ്സിലാവും, അതിനുള്ള ആൻസറും നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. നമ്മൾ എന്താ ചെയ്യുക? നമുക്കൊരു പ്രോബ്ലം വന്നാലോ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻസ് വന്നാൽ നമ്മൾ ഒരു 4 പേരോട് നമ്മൾ അഭിപ്രായം ചോദിക്കും, അല്ലെ? നാല് അഭിപ്രായമായിരിക്കും പറയുന്നത്. അതുകൊണ്ട് അതിന്റെ ആവശ്യമില്ല. നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് പ്രോബ്ലംസ് ബാഡ് സിറ്റുവേഷൻസ് വന്നാലും നിങ്ങൾ ആരോടും ഷെയർ ചെയ്യാൻ പോകണ്ട. നിങ്ങൾ ഒരു പേപ്പർ എടുത്തിട്ട് നിങ്ങളുടെ പ്രോബ്ലംസ് ഒക്കെ ഒന്ന് എഴുതി നോക്ക്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് തന്നെ അതിനുള്ള ആൻസർ, നിങ്ങൾക്ക് അതിനുള്ള സൊല്യൂഷൻസ് നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.